റോഷി, ശ്രീതു, ശ്രീജിത്ത് എന്നീ ദമ്പതികളുടെ മകളെയാണ് ഇപ്പോൾ കാണാതാവുകയും കിണറ്റിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. MLA പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ വീട്ടിൽ ദുരൂഹമായ സാഹചര്യത്തിൽ തീപിടുത്തം നടന്നിട്ടുണ്ട് ആ മുറിയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. മണ്ണെണ്ണയുടെ ഗന്ധവും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. നമുക്ക് പോലീസിനോട് സംസാരിക്കുമ്പോൾ, അവിടെയുള്ള നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയാണ്? അരുൺകുമാർ, ദാരുണമായ സംഭവം എന്ന് പറയേണ്ടി വരും. ബലരാമപുരം കോട്ടുകാൽക്കോടത്ത് 2 വയസ്സുകാരിയെ കാണാതായെന്ന വിവരം. അതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തുമ്പോഴാണ് അവർ ഫയർഫോഴ്സിനെ കൂടി വിളിച്ചു വരുത്തിയത്. ഫയർഫോഴ്സ് കിണറ്റിൽ പരിശോധിച്ചപ്പോഴാണ് കുട്ടിയെ കണ്ടെത്തുന്നതും. പക്ഷേ ഈ ചുറ്റുമതിലുള്ള ഈ കിണറ്റിലേക്ക് കുട്ടിക്ക് നേരിട്ട് ഇറങ്ങാനോ അതിലേക്ക് വീഴാനുള്ള സാധ്യതയില്ല എന്നാണ് പ്രാഥമികമായ നിഗമനം. അങ്ങനെയെങ്കിൽ അത് ഒരു ദുരൂഹമാണ് ആ മരണം എന്ന് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നുണ്ട്. ഒരു കൊലപാതകത്തിലേക്കാണ് സംശയം പോകുന്നത് പോലീസിൻ്റെ. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പരിശോധനയുമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. കാരണം വീട്ടിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ആ തീപിടുത്തത്തിൽ അടക്കമുള്ള ദുരൂഹത ഉണ്ട്. ആ ദുരൂഹത സംശയിക്കുന്നുമുണ്ട് പോലീസ്. നേരത്തെ അവിടെ MLA പറഞ്ഞതുപോലെ അവിടെ എത്തിയപ്പോൾ മണ്ണെണ്ണയുടെ ഗന്ധമുണ്ട്. അവിടെ അസ്വാഭാവികതയുണ്ട് ആ തീപിടുത്തത്തിൽ. അതിന് തൊട്ടുപിന്നാലെയാണ് കുട്ടിയെ കാണാതായതെന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ആ തീപിടുത്തത്തിൽ ഉള്ള ദുരൂഹതയടക്കം പരിശോധിക്കേണ്ടി വരും. വീട്ടിനകത്താണ് തീപിടുത്തമുണ്ടായത്. കുട്ടിയെ സുരക്ഷിതമായി അവിടെ കിടക്കയിൽ കിടത്തിയിരുന്നു എന്ന് മാതാപിതാക്കൾ പറയുന്നു. പിന്നെ എങ്ങനെ കുട്ടി കിണറ്റിലേക്ക് എത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. പോലീസ് എത്തി പ്രാഥമിക പരിശോധനയിൽ തന്നെ അവർക്ക് കിണറ്റിൽ കുട്ടിയുണ്ടോ എന്നൊരു സംശയമുണ്ടായി. അങ്ങനെയാണ് ഫയർഫോഴ്സിനെ അവർ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ ഫയർഫോഴ്സ് കിണറ്റിൽ വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തു കഴിഞ്ഞു. ഇനി വളരെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ കടക്കും. പോലീസിന് കൃത്യമായ സംശയമുണ്ട് അത് കൊലപാതകമാണെന്ന്. അതുകൊണ്ട് തന്നെ ആ ദിശയിൽ തന്നെയാണ് വിഷയകരമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ MLA നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരവും നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരവും ആ വീട്ടിൽ ഇന്നൊരു മരണാനന്തര ചടങ്ങ് നടക്കേണ്ടിയിരുന്ന വീടാണ്. ആ വീട്ടിൽ ബന്ധുക്കളുണ്ടായിരുന്നു. അതിൽ അമ്മാവനടക്കമുള്ളവർ ആ വീട്ടിലുണ്ടായിരുന്നു. ഈ ശ്രീതു, ശ്രീജിത്ത് ദമ്പതികൾക്കും ഒപ്പം 2 മക്കളാണ്. അതിൽ മൂത്ത സഹോദരി ഉണ്ടായിരുന്നു. ഒപ്പം ഈ മകൾ ദേവന്ത എന്ന പേരുള്ള 2 വയസ്സുകാരി പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന് പുലർച്ചെയാകുമ്പോൾ ഈ കുഞ്ഞിനെ കാണുന്നില്ല. പക്ഷേ അതിനു മുൻപ് ആ വീട്ടിൽ ഇവർ കിടന്നുറങ്ങിയിരുന്ന മുറിയിൽ ദുരൂഹ സാഹചര്യം തീ പടരുന്നുണ്ട്. അവിടെ MLA എത്തുന്ന സമയത്ത് മണ്ണെണ്ണയുടെ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടിരുന്നതായി MLAയും നാട്ടുകാരും പറയുന്നുണ്ട്. മാത്രവുമല്ല, അടച്ചുറപ്പുള്ള വീടാണ്. ആ വാതിലുകൾ തുറന്ന് 2 വയസ്സുകാരി കുഞ്ഞിന് ഒരു കാരണവശാലും പുറത്തു പോകാൻ കഴിയില്ല. അത് മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ, മറ്റൊരാളുടെ സഹായത്തിൽ, അഥവാ മറ്റൊരാളുടെ പ്രേരണയിൽ, മറ്റൊരാളുടെ ബലപ്രയോഗത്തിലായിരിക്കാം ഒരുപക്ഷെ കുഞ്ഞിന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക. പക്ഷേ ഉള്ളിൽ നിന്ന് തുറക്കാതെ അത് സാധ്യമാകുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇനി തീപിടുത്തം അബദ്ധത്തിൽ പടർന്നതാണെങ്കിൽ പോലും അങ്ങനൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നതെങ്കിൽ പോലും ആ തീപിടുത്തം അറിഞ്ഞ് ആദ്യം ഈ കുട്ടികളെ സുരക്ഷിതമാക്കാനായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ ശ്രമിക്കുക. തീപിടുത്തം ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും ഉണർന്ന് ഈ കുഞ്ഞുങ്ങൾ എവിടെയാണ് എന്ന് ആദ്യം നോക്കും. കുഞ്ഞുങ്ങളെ ആദ്യം സുരക്ഷിതമാക്കും. അതിനുശേഷമായിരിക്കും ആ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോലും കടക്കുക. അപ്പോൾ ഈ സമയത്ത് തീ പിടിക്കുന്ന സമയത്ത് കുഞ്ഞിനെ അമ്മയും അച്ഛനും കണ്ടില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. അമ്മ പറയുന്നത് അച്ഛനോട് ചോദിച്ചപ്പോൾ താൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്ന മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ്. അച്ഛന് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതെന്താണ് എന്നുള്ളതിനെ തെളിയിക്കപ്പെടേണ്ടതാണ് ശ്രീജിത്തിൻ്റെ കാര്യത്തിൽ. തീർച്ചയായിട്ടും അത് വരുന്ന മണിക്കൂറുകളിൽ അതിൻ്റെ ചുരുളുകൾ അഴിയും. പക്ഷേ 2 പ്രധാനപ്പെട്ട സംശയങ്ങളുള്ളത്. ഒന്ന്, സ്വാഭാവികമായി തീ പടർന്നതാണെങ്കിൽ ഈ കുഞ്ഞിനെ ആദ്യം തിരയിലെ രക്ഷിതാക്കൾ എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇനി അതല്ല തീ പടർത്തിയതാണെങ്കിൽ ആര് തീ പടർത്തി എന്ന ചോദ്യം. മൂന്നാമത്തെ ഒരു ചോദ്യം, ഇനി സ്വയം തീ പടർന്നതാണെങ്കിലും സ്വാഭാവികമായി ഷോർട്ട് സർക്യൂട്ടിലൂടെ തീ പടർന്നതാണെങ്കിൽ എങ്ങനെയാണ് മണ്ണെണ്ണയുടെ രൂക്ഷഗന്ധം വരിക? അവിടെ മറ്റൊരു പ്രധാന വിഷയമുള്ളത്, തീപിടുത്തമുണ്ടായാലും ഇല്ലെങ്കിലും ഈ കുഞ്ഞിന് അടച്ചിട്ടിരിക്കുന്ന മുറിയുടെ വാതിൽ തുറന്ന് പുറത്തു പോകാൻ കഴിയില്ല. അത് വ്യക്തമാണല്ലോ. അങ്ങനെയാണെങ്കിൽ കൊലപാതകത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. റോഷി, അരുൺകുമാർ, അങ്ങനെയുള്ള ഒരു സംശയമാണ് പോലീസിന് പ്രാഥമിക സംശയം. അതുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അങ്ങനെ അന്വേഷണം ആ ദിശയിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ഒരു കാരണവശാലും ഈ സുരക്ഷാ മതിൽ കെട്ടുള്ള ഈ ചുറ്റുവരിയുള്ള കിണറ്റിനകത്തേക്ക് കുട്ടി സ്വയം വീഴില്ല എന്നതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ഇരുട്ടാണ്. ഇരുട്ടിൽ സ്വാഭാവികമായും കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുട്ടി ആ ഇരുട്ടുള്ള സമയത്ത് പുറത്തേക്കെത്തി കിണറ്റിലേക്ക് ചാടുക, അല്ലെങ്കിൽ
കിണറ്റിലെ വെള്ളം കാണാൻ വേണ്ടിയാണ് കുട്ടികൾ പൊതുവെ കിണറിലേക്ക് നോക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ് ഇരുട്ടുള്ള സമയത്ത്. മാത്രമല്ല ഈ കൈവരി കടന്ന് കിണറ്റിനകത്ത് ഈ കുട്ടിക്ക് ഒരു കാരണവശാലും വീഴാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് പ്രാഥമികമായി കുട്ടിയെ ആരോ അവിടെ നിന്നും എടുത്ത് കിടക്കയിൽ നിന്നും എടുത്ത് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞതാണോ എന്ന സംശയം പോലീസിനുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. മാത്രവുമല്ല ഇതിന് തൊട്ടു മുമ്പ് ആ വീട്ടിനകത്തുണ്ടായ തീപിടുത്തത്തിൽ ഉൾപ്പെടെ ദുരൂഹതയുണ്ടെന്ന സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. ആ ഒരാളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ചോദ്യം ചെയ്യുന്നു എന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് പുറമെ ഈ മാതാപിതാക്കളിൽ നിന്നും മൊഴി ശേഖരിച്ചിട്ടുണ്ട്. നാട്ടുകാരുൾപ്പെടെ തുടക്കം മുതൽ തന്നെ ഇതിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. മാതാപിതാക്കൾക്കും അങ്ങനെ ഒരു ദുരൂഹത പരാതിയുണ്ട്. ഏതായാലും വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ കുട്ടിയെ കാണാതായി എന്ന വിവരമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നാട്ടുകാരും പോലീസുമൊക്കെ തിരച്ചിൽ തുടങ്ങിയത്. പക്ഷേ പോലീസ് വീട്ടിലെത്തിയപ്പോൾ തന്നെ പോലീസിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് ഫയർഫോഴ്സ് സംഘത്തെ വിളിച്ചു വരുത്തുകയും കിണർ പരിശോധിക്കാനുള്ള ആവശ്യപ്പെടുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കിണറിൽ ഇറങ്ങി ഫയർഫോഴ്സ് സംഘം നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പക്ഷേ അതിൽ അസ്വാഭാവികതയുണ്ട്. ഇനി കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുട്ടി കിണറ്റിൽ വീണ് വെള്ളത്തിൽ മുങ്ങിയാണോ മരിച്ചത്, അല്ലെങ്കിൽ വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് മരണം സംഭവിച്ചോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുട്ടി എങ്ങനെ കിണറ്റിലെത്തി എന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനം കുട്ടി മരിച്ചത് വെള്ളത്തിൽ മുങ്ങിയാണോ അതോ കിണറ്റിൽ വീഴുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചോ എന്നത് ഏറ്റവും പ്രധാനമാണ്. കാര്യങ്ങൾ നേരിട്ട് ഇപ്പോൾ കൊലപാതക സംശയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുതന്നെയാണ് ഗൗരവത്തോടെയുള്ള അന്വേഷണത്തിലേക്ക് തുടക്കത്തിൽ തന്നെ